അപ്പോൾ ഇനി നമുക്കൊന്ന് രണ്ട് അങ്ങയുടെ ഇതിലേക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് ഈ പൊളിറ്റിക്സ് അച്ഛനെ കണ്ടാണോ അതുണ്ട്. അച്ഛൻ്റെ കൂടെയുള്ള യാത്രകൾ അന്നൊക്കെ ഈ വെക്കേഷൻ കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, അതായിരുന്നു ഏറ്റവും വലിയ ആവേശം. അല്ലാതെ മറ്റേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പോക്ക് അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ യാത്ര പോവുക. അച്ഛൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അത് കണ്ട് അങ്ങ് ഒരു എന്താ പറയണ്ടേ, അതിനോടൊരു ആകർഷണത്വം തോന്നി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. സേവാദളിലേക്ക് ആദ്യം സേവാദളിന്റെ ജില്ലാ ചെയർമാനായി. അത് അച്ഛൻ തന്നെ ആയിരിക്കും സജസ്റ്റ് ചെയ്തത്? അച്ഛൻ സജസ്റ്റ് ചെയ്തില്ല, അച്ഛൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാനന്ന് കോഴിക്കോട് ഈ കാസ്ട്രോൾ കമ്പനിയുടെ ഏജൻസി ഉണ്ടായിരുന്നു 5 ജില്ലകളിൽ. ഏജൻസി ഹോൾസെയിൽ ഏജൻസി. അപ്പം ഞാനും വൈഫും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു? രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരു പാർട്ടി പോസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ആണോ? എത്ര വയസ്സായപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ 86-ലാണ് ശരിക്കും രാഷ്ട്രീയത്തിൽ. 86 ഞാൻ 82-ലും 87-ലും അച്ഛൻ്റെ ഇലക്ഷന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പാർട്ടി പദവിയൊന്നുമില്ല. ഞാൻ 82-ൽ ആദ്യം നേമത്തും മാളയിലും മത്സരിച്ചു. അപ്പോൾ നേമത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞാനായിരുന്നു അവിടെ പ്രവർത്തനം, ആൾക്കാരെ കാണാനും വീട് കയറാനും ഒക്കെ പോയിരുന്നത്. 87 ഇവിടെ മാളയിൽ അച്ഛൻ എല്ലായിടത്തും പോകണമല്ലോ, എല്ലാ സീറ്റിലും പോകണമല്ലോ. അതിപ്പോൾ അവിടെ മാളയത്തെ കാര്യങ്ങൾ പറയാൻ ഞാൻ നോക്കിയിരുന്നു. പിന്നെ 88-ലാണ് സേവാദളുടെ ജില്ലാ ചെയർമാനാകുന്നത്. പിന്നെ അന്ന് ഒരു സംസ്ഥാന സമ്മേളനം നടന്നു എറണാകുളത്ത്. ഏറ്റവും കൂടുതൽ വളണ്ടിയർമാർ പങ്കെടുത്ത് കോഴിക്കോട് നിന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ സംസ്ഥാന ചെയർമാനാകുന്നത്. അങ്ങനെയൊക്കെ പിന്നെ 89-ൽ കോഴിക്കോട് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. പിന്നെ അങ്ങനെ ഇമ്പിച്ചി ബാബയെ തോൽപ്പിച്ചു. പിന്നെ MP വീരേന്ദ്രകുമാർ തോൽപ്പിച്ചു. അങ്ങനെ വല്ലാത്തൊരു പക്ഷെ അന്നല്ലേ ഈ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ അതിനെ അച്ഛൻ മുഖ്യമന്ത്രി, ഞാൻ KPC ജനറൽ സെക്രട്ടറി, പാർട്ടിയിലെ ഗ്രൂപ്പിസം. അന്ന് ഭയങ്കര പാർട്ടി ഗ്രൂപ്പ്, പിന്നെ വളരെ ശക്തമായ ഗ്രൂപ്പിസാണല്ലോ. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വേറെ പാർട്ടിയിൽ പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒരു പാർട്ടിയിൽ ഒരാളോട് ദേഷ്യം വന്നാൽ ആളുടെ മറ്റേ ഗ്രൂപ്പിലേക്ക് പോകും. ഈ വൃത്തത്തിൻ്റെ അകത്ത് തന്നെ നിന്നിരുന്നു. മാത്രമല്ല ഈ ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. അതെ, അങ്ങനെ ഒരു അതെ, ഗ്രൂപ്പ് വിരോധം ധാരാളം സമ്മേളനങ്ങളൊക്കെ നടന്നു വന്നു ആ കാലത്ത്.